ഹേ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിനെ പറ്റി പഠിച്ചല്ലേ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെട്രിക്സ്, അതിന്റെ മെത്തേഡ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഫ്രം ദിസ് വീഡിയോ ഓൺവേർഡ്സ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് മെത്തേഡ്സിലെ ഓരോ മെത്തേഡും ഇൻ ഡെപ്ത് പഠിക്കാൻ പോവുകയാണ്. സോ ടു ബിഗിൻ വിത്ത് നമ്മൾ ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ മെത്തേഡാണ് നെയ്വ് മെത്തേഡ്. നിങ്ങൾ പ്രീവിയസ് വീഡിയോ ഓർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ടൈം സീരീസിൽ ആദ്യം പറഞ്ഞ മെത്തേഡാണ് നെയ്വ് മെത്തേഡ്. ദെൻ മൂവിംഗ് ആവറേജസ് പറഞ്ഞു, അത് കഴിഞ്ഞ് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് പറഞ്ഞു. അതേ ഓർഡറിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ നെയ്വ് മെത്തേഡ് ആണ് തുടങ്ങുന്നത്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട്. ദ സെയിം ക്വസ്റ്റ്യൻ വിൽ ബി യൂസിങ് ഫോർ ഓൾ ദ അതർ മെത്തേഡ്സ് ആസ് വെൽ. അപ്പം ഇവിടുത്തെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജി-റൈഡ് ഇലക്ട്രിക്, നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ എടുത്തേക്കുന്ന അതേ ഒരു കമ്പനി തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്, ജി-റൈഡ് ഇലക്ട്രിക്സ്, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ തെലങ്കാന. ആൻഡ് നമുക്ക് നമ്മുടെ മന്ത്ലി സെയിൽസ് ഡേറ്റ ഉണ്ട്, അതേപോലെ പ്രീവിയസ് മന്ത്സിലെ ഡിമാൻഡ്സും അവൈലബിൾ ആണ്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് ഫോർ ജൂലൈ, കാരണം നമുക്ക് ഇവിടെ ജൂൺ വരെയാണ് തന്നേക്കുന്നത്. ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് ഫോർ ജൂലൈ യൂസിങ് നെയ്വ് മെത്തേഡ്, യൂസിങ് സിമ്പിൾ ആവറേജ്, 3-month മൂവിംഗ് ആവറേജ്, 3-month ഡബിൾ മൂവിംഗ് ആവറേജ് ആൻഡ് 3-month വെയ്റ്റഡ് മൂവിംഗ് ആവറേജ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ നെയ്വ് മെത്തേഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ നെയ്വ് മെത്തേഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ ദ കറന്റ് പീരീഡ്, അതായത് ഫോർകാസ്റ്റഡ് ഡിമാൻഡ് ഫോർ ദ കറന്റ് പീരീഡ് ഈക്വൽ ടു ഡിമാൻഡ് ഓഫ് ദ പ്രീവിയസ് ടേം. ഓക്കെ, അതായത് എഫ് ടി ഈക്വൽ ടു ഡിമാൻഡ് ഓഫ് T-1. T-1 എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ കറന്റ് പീരീഡ്, T-1 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പീരീഡ്. അതായത് പ്രീവിയസ് പീരീഡിലെ ഡിമാൻഡ് അതേപടി എടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഈ നെയ്വ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് ഫോർ ദ കറന്റ് ടേം ഈക്വൽ ടു ആക്ച്വൽ ഡിമാൻഡ് ഓഫ് ദ പ്രീവിയസ് ടേം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ കറന്റ് ടൈം എന്താണ്? ജൂലൈ ആണ് അല്ലെ. നമുക്ക് ജൂൺ വരെയാണ് തന്നേക്കുന്നത്. ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് ജൂലൈയിൽ കണ്ടുപിടിക്കാനാണ്. ആൻഡ് ദെൻ നമ്മളുടെ ഡിമാൻഡ് ഓഫ് എഫ് T-1 എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂലൈക്ക് തൊട്ട് മുന്നേ ഉള്ളത്. അതേതാണ്? ജൂൺ ആണ്. ജൂണിന്റെ ഡിമാൻഡ് എത്രയാണ്? 500 ആണ്. അപ്പം നമ്മുടെ ആൻസർ 500 ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത് കറക്റ്റ് ആണോ? അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കിട്ടും. 400, 420, 440, 460, അങ്ങനെ 500 വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് ഇത് ഫോളോ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് വരേണ്ടത് എത്രയാണ്? 520 ആണ് അല്ലേ. അപ്പൊ അവിടെയാണ് നമ്മളുടെ ഏത് മെത്തേഡ് എവിടെ യൂസ് ചെയ്യണം, ഏതൊക്കെ സിനാരിയോസിൽ ഏതൊക്കെ മെത്തേഡാണ് ആപ്ലിക്കബിൾ എന്നുള്ളൊരു ഐഡിയ വരുന്നത്. അതിപ്പോൾ നമ്മൾ ഇത്രയും മെത്തേഡ്സ് പഠിച്ചു കഴിയുമ്പോൾ അതിൽ ഒരെണ്ണത്തിന് നിങ്ങൾക്ക് റൈറ്റ് ആൻസർ കിട്ടും. അപ്പൊ ഞാൻ ഐ വിൽ എക്സ്പ്ലെയിൻ യു വൈ വി ഷുഡ് യൂസ് ദാറ്റ് മോഡൽ ഫോർ ദിസ് സിനാരിയോ, അല്ലെങ്കിൽ ഏതൊക്കെ സിനാരിയോസിൽ എന്തൊക്കെ മോഡൽസ് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ അന്നേരം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി 500. ആൻഡ് ദെൻ വെൻ ടു യൂസ് ഓർ വെൻ ടു അവോയ്ഡ്, ഈ മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പം യൂസ് വെൻ ദ ഡിമാൻഡ് ഈസ് വെരി സ്റ്റേബിൾ. ഓക്കെ, അതായത് ഡിമാൻഡ് ഈസ് വെരി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു ഫ്ലക്ച്വേഷനും ഇല്ല. ഈ കേസിൽ അറ്റ്ലീസ്റ്റ് 20 യൂണിറ്റ്സിന്റെ ഫ്ലക്ച്വേഷൻ ഉണ്ട്. പക്ഷെങ്കിൽ ഒരു ഫ്ലക്ച്വേഷനും ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം എന്താണ്? കഴിഞ്ഞ മാസത്തെ ഡിമാൻഡ് തന്നെ ആയിരിക്കും ഈ മാസത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു 1-2 യൂണിറ്റിന് വ്യത്യാസമേ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെരി സ്റ്റേബിൾ ആണ്. ആൻഡ് രണ്ടാമത്തേതാണ് ഫോർകാസ്റ്റ് ഹൊറൈസൺ ഈസ് വെരി ഷോർട്ട്. വെരി ഷോർട്ട് എന്ന് പറയുന്നത് ഡേയ്സിലാവാം. അതായത് ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ 2 ദിവസം മുന്നേ, ആ ഒരു രീതിയിൽ, അതായത് നാളത്തെ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഡിമാൻഡ് വെച്ചിട്ട് നോക്കുന്നു. അതിനെയാണ് നമുക്ക് ഇപ്പം വെരി ഷോർട്ട് ഹൊറൈസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് രണ്ടാമത്തേതാണ് ഡാറ്റ ഈസ് എക്സ്ട്രീംലി ലിമിറ്റഡ്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ നമുക്ക് 3-6 മന്തിലെ 2 ക്വാർട്ടറിലെ നമുക്ക് ഡാറ്റ അവൈലബിൾ ആണ്. അതേസമയം നമുക്ക് ഒരു മാസത്തെ ഡാറ്റ, പ്രീവിയസ് മന്തിലെ ഡാറ്റ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കപ്പം നെയ്വ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്, ഡാറ്റ ഈസ് എക്സ്ട്രീംലി ലിമിറ്റഡ്. ആൻഡ് ദെൻ കംസ് വെൻ യു നീഡ് എ ബേസ് ലൈൻ. അപ്പൊ ഈ ബേസ് ലൈൻ ഉദ്ദേശിക്കുന്നത് ഒരു പാസ് മാർക്ക് പോലെ. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു 100-ൽ ഒരു എക്സാം ഇട്ട് കഴിഞ്ഞാൽ ഒരു 30 പാസ് മാർക്കിൽ നമ്മൾ എങ്ങനെയാണ് ടോപ്പ് 10% കണ്ടുപിടിക്കുന്നത്? ഏറ്റവും ടോപ്പേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 30 എന്ന് പറയാൻ നമ്മളൊരു പാസ് മാർക്ക് ഇടുന്നു. 30-ന് മേലെ കിട്ടിയവരെല്ലാം ജയിച്ചു, അതേപോലെ 90-ന് മേലെ കിട്ടിയവരെല്ലാം ടോപ്പേഴ്സ് ആണെന്ന് നമ്മൾ പറയും അല്ലെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ വിൽ കൺസിഡർ ദിസ് മെത്തേഡ് ആസ് എ ബേസ് ലൈൻ ഫോർ ദ അതർ മോഡൽസ്. അതായത് ബാക്കിയുള്ള മോഡൽസിന്റെ ഒരു ബേസ് ലൈൻ ആയിട്ട്. അപ്പൊ ബാക്കിയുള്ള മോഡൽസ് നമ്മൾ ചെയ്യുമ്പോൾ മിനിമം ഇത്രയെങ്കിലും വാല്യൂ നമുക്ക് കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ മേലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ ബാക്കിയുള്ള മോഡൽസും പെർഫോമിംഗ് വെൽ എന്ന് നമുക്ക് പറയാം. ആൻഡ് ദെൻ കംസ് ദ വെൻ ടു അവോയ്ഡ്. അതായത് അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, വെൻ ദ ട്രെൻഡ് ഓർ സീസണാലിറ്റി എക്സിസ്റ്റ്. ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അപ് ട്രെൻഡ് ഉണ്ടാവാം, ഡൗൺ ട്രെൻഡ് ഉണ്ടാവാം. സീസണാലിറ്റി എന്താണ്? ഓരോ സീസണിലും, ഇറ്റ് ക്യാൻ ബി ക്രിസ്മസ്, ഇറ്റ് ക്യാൻ ബി മൺസൂൺ, ഇറ്റ് ക്യാൻ ബി സമ്മർ അല്ലെ. ഓരോ സീസണിലും നമുക്ക്
ഒരു പർട്ടിക്കുലർ ഹൈക്ക് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സീസണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അവോയ്ഡ് വെൻ ദ ട്രെൻഡ് ഓർ സീസണാലിറ്റി എക്സിസ്റ്റ്. ട്രെൻഡ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അപ് ട്രെൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അന്നേരം നമ്മൾ പ്രീവിയസ് മന്തിൽ എടുത്തിട്ട് കാര്യമില്ല. ഒന്നുകിൽ അത് കൂടിയ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞ വാല്യൂ വരുള്ളൂ, സെയിം വാല്യൂ വരില്ല. സീസണാലിറ്റി ഉണ്ടെങ്കിൽ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ സീസൺ വരുമ്പോൾ നല്ല രീതിയിൽ ഡിമാൻഡ് ഹൈക്ക് ഉണ്ടാവും. അന്നേരവും നമ്മൾ പ്രീവിയസ് മന്തിലെ അല്ലെങ്കിൽ പ്രീവിയസ് ഡ്യൂറേഷൻ ഏതാണോ ആ ഒരു ഹൊറൈസണിലെ ഡേറ്റ എടുത്തിട്ട് കാര്യമില്ല. ആൻഡ് ദെൻ അവോയ്ഡ് വെൻ മീഡിയം ഓർ ലോങ് ടേം പ്ലാനിങ് ഈസ് നീഡഡ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോർകാസ്റ്റ് ഹൊറൈസൺ ഈസ് വെരി ഷോർട്ട്. അതായത് ദിവസങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആകുന്നത്. അതേസമയം ഒരു മീഡിയം ടേം, അതായത് ഒരു വർഷത്തിന് മുകളിലാണ് അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് മുകളിലാണ് 3 വർഷത്തിന് മുകളിലൊക്കെയാണ് നമ്മളുടെ ഫോർകാസ്റ്റിംഗ് ഹൊറൈസൺ വരുന്നതെങ്കിൽ പിന്നെ ഈ മെത്തേഡ് കൺസിഡർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ നെയ്വ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് അല്ലെ. നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആവറേജ് യൂസ് ചെയ്ത് നമ്മുടെ ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ സിമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ബി നോയിങ് ദിസ്. കാരണം ദിസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ജസ്റ്റ് നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ. ആവറേജിന്റെ മറ്റൊരു പേരാണ് മീൻ. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഫോർകാസ്റ്റ് ഓഫ് ദ കറന്റ് ടേം എഫ് ടി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഓൾ ദ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീരിയഡ്സ് വിച്ച് ഈസ് എൻ. അപ്പം നമ്മൾ ഇതിന്റെ അകത്ത് എടുക്കുന്നത് ആക്ച്വൽ ഡിമാൻഡ് ആണ്, സമ്മേഷൻ ഓഫ് ഓൾ ദ പ്രീവിയസ് ഡിമാൻഡ്സ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രീവിയസ് ഡിമാൻഡ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ ഈ 6 എണ്ണത്തിന്റെ കൂടെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 6 ചെയ്യുന്നതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർകാസ്റ്റ് ഓഫ് ജൂലൈ നെക്സ്റ്റ് മന്തിന്റെ ഫോർകാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാവരുടെ സം എടുത്തു, ഡിവൈഡഡ് ബൈ 6 ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2700 ഡിവൈഡ് ബൈ 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 450 കിട്ടി. 450 വിൽ ബി ദ ആൻസർ ഫോർ. അപ്പൊ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ തുടങ്ങി പയ്യെ 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 ഹാർഡ് ആയിട്ടുള്ളതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളുടെ സിമ്പിൾ ആവറേജ് നമ്മൾ അവിടെ ചെയ്തു. അപ്പം വെൻ ടു യൂസ് ആൻഡ് വെൻ ടു അവോയ്ഡ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആവറേജ് യൂസ് ചെയ്യുന്നത് എപ്പോഴും അവൈലബിലിറ്റി ഓഫ് ലോങ് ഡിമാൻഡ് ഹിസ്റ്ററി വിത്ത് സ്റ്റേബിൾ ബിഹേവിയർ ആൻഡ് ഹാവ് നോ ട്രെൻഡ് ഓർ സീസണാലിറ്റി. അപ്പൊ ഇതിൽ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് അവൈലബിലിറ്റി ഓഫ് ലോങ് ഡിമാൻഡ് ഹിസ്റ്ററി, അതായത് നമുക്ക് 1 വർഷത്തെ 2 വർഷത്തെ 3 വർഷത്തെ 4 വർഷത്തെ അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ ഒരു വലിയ ഡ്യൂറേഷനിലുള്ള ഡിമാൻഡ് ഡേറ്റ നമ്മുടെ ഉള്ളപ്പം വിത്ത് നോ ട്രെൻഡ് ഓർ സീസണാലിറ്റി. അപ്പൊ നോ ട്രെൻഡ് എന്ന് പറയുമ്പോൾ അത് അപ്വേർഡോ ഡൗൺവേർഡോ ഒന്നുമല്ല, അതേപോലെ സീസണാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് അതൊരു സ്റ്റേബിൾ ഡിമാൻഡ് ആയിട്ട് ഇങ്ങനെ പോകുന്ന കേസ് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആവറേജ് മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും. ആൻഡ് ദെൻ അവോയ്ഡ് വെൻ ദ ഡിമാൻഡ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അപ്പൊ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സിമ്പിൾ ആവറേജ് എടുക്കാൻ പാടില്ല, കാരണം അന്നേരം ഫോർകാസ്റ്റ് ആക്യുറസി വളരെ ലോ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് മൂന്നാമത്തേതാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 3 month മൂവിംഗ് ആവറേജ്, ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് ഫോർ ജൂലൈ യൂസിങ് 3 month മൂവിംഗ് ആവറേജ് അല്ലെ. നമുക്ക് അവിടെ ഒരു ഡ്യൂറേഷൻ തന്നിട്ടുണ്ട് 3 month എന്നുള്ളത്. അപ്പം സിമ്പിൾ മൂവിംഗ് ആവറേജിന്റെ ജനറിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ഓഫ് ദ കറന്റ് ടേം. ഇപ്പൊ നിങ്ങൾക്ക് എഫ് ടി എന്താണ്, ഡി ടി എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 2 മെത്തേഡ്സ് യൂസ് ചെയ്തപ്പോൾ ഇതെന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ. എഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് ഓഫ് ദ കറന്റ് ടേം, അതേപോലെ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഡിമാൻഡ് ഓഫ് എ ടേം. അപ്പൊ ഡി ടി -1 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ടേം, ഡി ടി -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഓഫ് പ്രീവിയസ്, അതേപോലെ ഡി ടി -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മാസം പുറകിലോട്ട് പോകണം. അപ്പൊ സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യൂറേഷൻ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടാവും. നമ്മുടെ ഈ കേസിൽ നമുക്ക് 3 മാസമാണ് തന്നേക്കുന്നത്. അത് തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഡി ടി -1 500, ടി -2 480, അങ്ങനെ പോയി ടി -n എന്ന് പറയുന്നത് നമ്മൾ 400-ലെത്തും, വിച്ച് ഈസ് ഈക്വൽ ടു സിമ്പിൾ ആവറേജ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ഇതിന്റെ അകത്തൊരു 3 month എന്നുള്ളൊരു ഇത് തന്നിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി 4, ഇറ്റ് ക്യാൻ ബി 5, എന്തും ആവാം. അപ്പം അത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 മാസത്തെ 3 പ്രീവിയസ് മന്തിലെ ഡിമാൻഡ്, ആക്ച്വൽ ഡിമാൻഡ് മാത്രമാണ് ഇതിൽ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഫോർകാസ്റ്റ് ഓഫ് ജൂലൈ ഈക്വൽ ടു 500 പ്ലസ് 480 പ്ലസ് 460 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ്. അതിന്റെ ബേസിലാണ് നമ്മൾ ഈ 3 months മാത്രം കൺസിഡർ ചെയ്തേക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1440 ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 480. അപ്പൊ നമുക്ക് 480 നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടി. അപ്പം ഈ ഒരു മെത്തേഡ്, അതായത് ഇത് നിങ്ങൾക്കപ്പോൾ തോന്നുമായിരിക്കും ഇതും സിമ്പിൾ ആവറേജും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കമ്പയർഡ് ടു സിമ്പിൾ ആവറേജും ചോദിച്ചു കഴിഞ്ഞാൽ, when the demand is relatively stable but changes slowly. അതായത് ഡിമാൻഡ് സ്റ്റേബിൾ ആണ്, സംവാട്ട് സ്റ്റേബിൾ ആണ് കമ്പയർഡ് ടു പ്രീവിയസ് മന്ത്, അല്ലെങ്കിൽ പ്രീവിയസ് ടു പ്രീവിയസ് മന്ത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ സംവാട്ട് സ്റ്റേബിൾ ആണ്. പക്ഷെങ്കിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ലാസ്റ്റ് മാസമായിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ 3 മാസമായിരിക്കും, 4 മാസമായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യുന്നത്. ഡിമാൻഡ് ഈസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ബട്ട് ചേഞ്ചസ് സ്ലോലി ആൻഡ് വി ഷുഡ് പ്രയോറിറ്റൈസ് ദ റീസെന്റ് ഡിമാൻഡ്. ആൻഡ് രണ്ടാമത്തേതാണ്
ആൻഡ് അതേപോലെ തന്നെ വെൻ ടു അവോയ്ഡ് ക്വിക്ക് റെസ്പോൺസ് ടു ദ ഡിമാൻഡ് ചേഞ്ചസ് നീഡഡ്. അതായത് വെൻ സീസണാലിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ട്രെൻഡ് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നുള്ള ഒരു റാപ്പിഡ് ഗ്രോത്ത് അല്ലെങ്കിൽ റാപ്പിഡ് ഹൈക്ക് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സിമ്പിൾ മൂവിംഗ് ആവറേജ് യൂസ് ചെയ്താൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം സോഫാർ വി ഹാവ് കവേർഡ് നെയ്വ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് ആൻഡ് സിമ്പിൾ മൂവിംഗ് ആവറേജ്. അപ്പം മൂന്നാമത്തേത് നമ്മൾ എന്താണ് നോക്കിയത്? സിമ്പിൾ മൂവിംഗ് ആവറേജ് അല്ലേ. അപ്പൊ ഇത് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡബിൾ മൂവിംഗ് ആവറേജ്. ദ ക്വസ്റ്റ്യൻ റിമെയിൻസ് ദ സെയിം ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് n എത്രയാണ്, നമ്പർ ഓഫ് പീരീഡ് നമ്മൾ മൂവിംഗ് ആവറേജിന് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത് 3 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡബിൾ മൂവിംഗ് ആവറേജ് കമ്പയർഡ് ടു നമ്മൾ ഇതുവരെ പഠിച്ച 3 മെത്തേഡിനെ വെച്ച് നോക്കുമ്പോൾ ലിറ്റിൽ കോംപ്ലക്സ് ആണ്, ഒരു ചെറിയ കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സിമ്പിൾ മൂവിംഗ് ആവറേജ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മെത്തേഡിൽ ചെയ്ത് അതേ കാര്യം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് മൂവിംഗ് ആവറേജ് 1 ഫോർ പീരീഡ് ടി, MA1 ഫോർ പീരീഡ് ടി. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെക്കൻഡ് മൂവിംഗ് ആവറേജ് കാണുക. അപ്പൊ സെക്കൻഡ് മൂവിംഗ് ആവറേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ ആദ്യം കണ്ട മൂവിംഗ് ആവറേജിന്റെ, അതായത് ആദ്യം കണ്ട സിമ്പിൾ മൂവിംഗ് ആവറേജിന്റെ ഒരു റൗണ്ടിലൂടെ മൂവിംഗ് ആവറേജ് കാണുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് മൂവിംഗ് ആവറേജ് 2 ഫോർ ടേം ടി. അപ്പൊ അതിന്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവിംഗ് ആവറേജ്, അതിന്റെ -1 ഒരു ടേം പുറകിലോട്ടുള്ളത്, അഗൈൻ ഒരു ടേം പുറകിലോട്ടുള്ളത്, ഡിവൈഡ് ബൈ n, അതായത് നമ്മുടെ കേസിൽ 3. ആൻഡ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് ഇവിടെ ഒരു ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ലെവൽ ആൻഡ് ട്രെൻഡ് ആണ് ഇതിൽ അഡീഷണൽ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ 2MA1T, അതായത് 2 മൂവിംഗ് ആവറേജ് 1 മൈനസ് മൂവിംഗ് ആവറേജ് 2 ഫോർ ദ പീരീഡ് ടി. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ട്രെൻഡ്. ട്രെൻഡ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ n-1, നമുക്ക് ഇവിടെ n എത്രയാണ്? 3 ആണ്, ഇൻറ്റു മൂവിംഗ് ആവറേജ് 1 മൈനസ് മൂവിംഗ് ആവറേജ് 2. ആൻഡ് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഫോർകാസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ലെവൽ പ്ലസ് ട്രെൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ ഒരു കുറച്ച് ഒരു മിക്സ്ഡ് ആയിട്ട് തോന്നിയെങ്കിലും ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാവും. അപ്പൊ നമ്മൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് എടുത്തെഴുതിയേക്കാണ്. നമുക്ക് ഇവിടെ മന്ത്സ് തന്നിട്ടുണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ജൂൺ. ആൻഡ് ജൂലൈയിലെ ഡിമാൻഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഡിമാൻഡ് തന്നിട്ടുണ്ട്, ജൂൺ വരെയുള്ളത് തന്നിട്ടുണ്ട്, 400, 420, 440, 460 till 500 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ് കാണുന്നത് ഫോർ ഫസ്റ്റ് 3 months? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടും. കാരണം എന്താ? ഇതിന്റെ മുകളിലോട്ടുള്ള 2 ഡേറ്റയോടെ നമുക്ക് വേണം. കാരണം നമ്മുടെ ഇവിടെ n നമുക്ക് 3 ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മൂന്നാമത്തെ പീരീഡിൽ നിന്നാണ്. അപ്പം 400 പ്ലസ് 420 പ്ലസ് 440 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 420 നമുക്ക് മൂവിംഗ് ആവറേജ് 1 കിട്ടും ഫോർ മാർച്ച്. കാരണം ഇവിടെ നമ്മൾ മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഇതിലും നമ്മൾ അങ്ങനെയാണ് എടുത്തത് അല്ലെ, ലാസ്റ്റിലത്തെ 3 മാസം എടുത്തിട്ട് നമ്മൾ കാണുമായിരുന്നു. ആൻഡ് അടുത്ത നോക്കുമ്പോൾ 420 പ്ലസ് 440 പ്ലസ് 460 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് നമുക്ക് 440 കിട്ടും. ആൻഡ് അടുത്തത് വരുമ്പോൾ 460 കിട്ടും. ആൻഡ് അടുത്തത് വരുമ്പോൾ 480 കിട്ടും. അപ്പം ഈ 480 ആണ് എന്ത്? ജൂണിലെ മൂവിംഗ് ആവറേജ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് മൂവിംഗ് ആവറേജ് 2. അപ്പൊ മൂവിംഗ് ആവറേജ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിംഗ് ആവറേജ് 1ന്റെ ആദ്യം കിട്ടിയ ആൻസറിന്റെ മൂവിംഗ് ആവറേജ് നമ്മൾ ഒന്നുകൂടെ എടുക്കുകയാണ്, ഒരു ഡബിൾ മൂവിംഗ് ആവറേജ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ അഗൈൻ നമ്മുടെ n എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡേറ്റ നിങ്ങൾ മറന്നേക്ക്, നമുക്ക് ഇത്രയും ഡേറ്റ ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്യുക വെൻ ഇറ്റ് കംസ് ടു സെക്കൻഡ് മൂവിംഗ് ആവറേജ്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? 1, 2, 3 ഇവിടുന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ എത്രയായി? 420 പ്ലസ് 440 പ്ലസ് 460 ഡിവൈഡഡ് ബൈ 3 നമുക്ക് 440 കിട്ടി. ആൻഡ് അതേപോലെ അടുത്തത് വരികയാണ് 440 പ്ലസ് 460 പ്ലസ് 480 ഡിവൈഡ് ബൈ 3 നമുക്ക് 460 കിട്ടി. ഇതാണ് നമ്മളുടെ മൂവിംഗ് ആവറേജ് 2 ഫോർ പീരീഡ് ടി. ആൻഡ് അപ്പം ആ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് കിട്ടിയ ഡേറ്റ അതേപടി എടുക്കുന്നു, അതിന്റെ സിമ്പിൾ മൂവിംഗ് ആവറേജ് വിത്ത് n ഈക്വൽ ടു 3 നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച ആൻസറിനെ ഒന്നുകൂടെ നമ്മൾ മൂവിംഗ് ആവറേജ് എടുത്തു, വേർ n ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും സോഫാർ കവർ ചെയ്തു. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി, ജസ്റ്റ് സിമ്പിൾ മൂവിംഗ് ആവറേജ്, അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കിയേ. മൂവിംഗ് ആവറേജ് 1 ഫോർ ടേം ടി പ്ലസ് -1 -2 ഡിവൈഡ് ബൈ n അല്ലെ. നമ്മളപ്പോ ഇവിടെ എടുത്തേക്കുന്നത് എന്താണ്? മൂവിംഗ് ആവറേജ് 1 എടുത്തു, അടുത്തതെടുത്തു ഡിവൈഡ് ബൈ 3. അടുത്ത ടേം വന്നപ്പോൾ വീണ്ടും അതേപോലെ എടുത്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനും കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനിയും വരുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ലെവൽ എസ്റ്റിമേറ്റ്. അപ്പം ലെവൽ ഈക്വൽ ടു 2 ഇൻറ്റു മൂവിംഗ് ആവറേജ് 1 ഫോർ ടേം ടി മൈനസ് മൂവിംഗ് ആവറേജ് 2 ഫോർ ടേം ടി. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെവൽ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്?
മൂവിങ് ആവറേജ് 1 എന്ന് പറയുന്നത് 480 ആണ്. മൂവിങ് ആവറേജ് 2 എന്ന് പറയുന്നത് 460 ആണ്. അപ്പം 2 into 480 minus 460 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 480 into 2 വരുമ്പോൾ 960 കിട്ടും അല്ലെ? 960 മൈനസ് 460 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 500 കിട്ടി. അപ്പൊ 500 ആണ് നമുക്ക് ലെവൽ ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ ദിസ് ഈസ് ലെവൽ ഓഫ് ജൂൺ. ഓക്കെ, നമ്മൾ ഈ ലെവലും ട്രെൻഡും കണ്ടുപിടിക്കാനാണ് സത്യത്തിൽ നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ലെവൽ ഓഫ് ജൂൺ എത്ര കിട്ടി? 500 ആണെന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് എവർ ഡിമാൻഡ് ഈസ് ദയർ. ഓക്കെ, അതായത് ആ ബേസ് ഡിമാൻഡ് ആണ്, അത് നമുക്ക് കിട്ടി. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാണ് ട്രെൻഡ്. അതായത് ഈ വന്ന ഇതിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ട്രെൻഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ട്രെൻഡ് എസ്റ്റിമേറ്റ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1. n എത്രയാണ് ഇതിൽ നമുക്ക് തന്നേക്കുന്ന? n എത്രയാണ്? 3. 3 മൈനസ് 1 എത്രയാണ്? 2. 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇൻറ്റു മൂവിങ് ആവറേജ് 1 ഫോർ ടേം ടി മൈനസ് മൂവിങ് ആവറേജ് 2 ഫോർ ടേം ടി. മൂവിങ് ആവറേജ് 1 എത്രയാണ്? 480. മൂവിങ് ആവറേജ് 2 എത്രയാണ്? 460. ആ കാൽക്കുലേഷൻ ഒന്ന് നോക്കിയാലോ? ട്രെൻഡ് ഫോർ ജൂൺ ഈക്വൽ ടു 2 ബൈ 3 മൈനസ് 1, അതായത് 1 തന്നെ. ആൻഡ് 480 മൈനസ് 460 എത്ര കിട്ടി? 20 കിട്ടി. അപ്പം 1 into 20 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഫോർകാസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പീരീഡ് ഈക്വൽ ടു ലെവൽ പ്ലസ് ട്രെൻഡ്. ഓക്കെ, ഫോർകാസ്റ്റ് ഫോർ നെക്സ്റ്റ് പീരീഡ് വിച്ച് ഈസ് ജൂലൈ ഈക്വൽ ടു ലെവൽ പ്ലസ് ട്രെൻഡ്. ലെവൽ എത്രയാണ്? 500. ട്രെൻഡ് എത്രയാണ്? 20. 500 പ്ലസ് 20 520 ആണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതുവാണ്. ജൂലൈ എന്ന് പറയുന്നത് നമുക്ക് 520 ആണ്. ഇനി നിങ്ങൾ ഈ ഒരു പാറ്റേൺ നോക്കിക്കേ. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? 400, 420, 440, 460, 480, 500 ആൻഡ് 520. ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ലേ? ഈവൻ വിത്തൗട്ട് ഓൾ ദീസ് മെത്തേഡ്സ് നമുക്ക് ഈ ഒരു എന്താണ് ടേം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കിയിട്ട് പറയാം. ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് വൺ വിൽ ബി 520 നമുക്ക് പറയാം. പക്ഷെങ്കിൽ നമുക്ക് എപ്പോഴും റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് 5-10 റോസ് ഓഫ് ഡേറ്റ ആയിരിക്കില്ല, തൗസൻഡ്സ് ഓഫ് റോസ് നമുക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് എന്താ ഇതിന്റെ ആൻസർ നമുക്ക് വന്നേക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് മെത്തേഡ്. ഡബിൾ മൂവിങ് ആവറേജ് ഈസ് ദ റൈറ്റ് മെത്തേഡ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ, ഫോർ ദിസ് ഡിമാൻഡ് ഡേറ്റ, ഫോർ ദിസ് പാറ്റേൺ. വൈ? അവിടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. വെൻ ഷുഡ് വി യൂസ് double moving average? So we should use double moving average when we have linear trend available in the demand data. Linear trend എന്ന് വെച്ചാൽ എന്താണ്? ലീനിയർ ആയിട്ട്, അതായത് ഒരേ ഇന്റർവെൽസിൽ കയറി പോകുന്ന ഡേറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമുക്ക് ഡബിൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് 400, 420, 440 ഇതെല്ലാം 20 പ്ലസ് ആഡായി വരുവാണ് അല്ലെ? 20 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് ആണ് വരുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് നമുക്കിവിടെ ഡബിൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയത്. സോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സംശയവും മാറി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബേസിക്കലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ് കണ്ടു, ഡബിൾ മൂവിങ് ആവറേജ് കണ്ടു എന്നതിലല്ല കാര്യം. ആക്ച്വലി നമ്മൾ ഇവിടെ വി ആർ ട്രൈങ് ടു ഗെറ്റ് ദ ലെവൽ ആൻഡ് ട്രെൻഡ് ഫോർ ദ ലാസ്റ്റ് പീരീഡ് വിച്ച് ഈസ് ജൂൺ. ഓക്കെ, ആ ജൂണിലെ ലെവൽ എന്താണ്, അതേപോലെ ആ ജൂൺ വരെ വന്നേക്കുന്ന ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കണ്ട രണ്ട് ആവറേജ് മൂവിങ് ആവറേജ് എടുത്തേക്കുന്നത്. ആദ്യത്തേത് നത്തിങ് ബട്ട് ജസ്റ്റ് 3 പീരീഡ് വെച്ച് എടുത്തു. രണ്ടാമത്തേത് കിട്ടിയ ആൻസറിനെ അഗൈൻ 3 പീരീഡ് വെച്ചിട്ട് എടുത്തു, ബിക്കോസ് അവർ n വാസ് 3. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ 520 കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്ത മെത്തേഡ് ആണ് വെയ്റ്റഡ് മൂവിങ് ആവറേജ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദെൻ ദീസ് ആർ ദ വെയ്റ്റ്സ്. നിങ്ങൾ വീഡിയോയുടെ കുറച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ലാസ്റ്റ് പാർട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ഒരു ഇക്വേഷൻ, അതായത് വെയ്റ്റഡ് മൂവിങ് ആവറേജിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് ഫോർ ദ കറന്റ് ടേം ഈക്വൽ ടു W1 dt-1. ഇതിൽ dt-1 എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പ്രീവിയസ് പീരീഡിലുള്ള ആക്ച്വൽ ഡിമാൻഡ്. ഇതെന്ന് പറയുന്നത് കറന്റ് പീരീഡ്, അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പോകുന്ന പീരീഡ്. ആൻഡ് W1 എന്ന് ഉദ്ദേശിക്കുന്നത് വെയ്റ്റ്സ് ആണ്, പ്ലസ് W2 ഇൻറ്റു dt-2, അതായത് പ്രീവിയസ് ഓഫ് പ്രീവിയസ്. W3 ഇൻറ്റു ഡിമാൻഡ് ഓഫ് t-3 till Wn ഓഫ് ഡിമാൻഡ് t-n. ഇതിൽ W എന്ന് പറയുന്നത് വെയ്റ്റ്സ് ആണ്, അതായത് ദ സം ഓഫ് ഓൾ ദ വെയ്റ്റ്സ് ഷുഡ് ബി 1. അതായത് നമ്മൾ ഇതിൽ ഉള്ള എത്ര W's ഉണ്ടോ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് 1. അതായത് അപ്പം ഓൾവേസ് 1 ആവണമെങ്കിൽ എന്ത് ചെയ്താൽ പറ്റും? ഈ W എല്ലാം ഷുഡ് ബി ബിറ്റ്വീൻ 0 and 1 അല്ലെ? 0 and 1ന്റെ അകത്തുള്ള പോയിന്റ്സ് ആയിരിക്കണം, അതായത് ഫ്രാക്ഷൻ വാല്യൂസ് ആയിരിക്കും ഈ പറയുന്ന W എന്ന് പറയുന്ന വാല്യൂസ്, അതായത് വെയ്റ്റ്സ് എല്ലാം.
ആൻഡ് അതിന്റെ ഒരു ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പീരീഡിലുള്ള ഡിമാൻഡിന് നമ്മൾ ഓരോ വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ആ വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വരുമ്പോൾ ഷുഡ് ബി 100%. അപ്പം അതിൽ കാരണം നമ്മൾ പകുതിയായിട്ട് എടുത്താലോ എക്സ്ട്രാ എടുത്താലോ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 100% ഓർ ലെസ് ദാൻ 100% നമ്മളുടെ കാൽക്കുലേഷൻ തെറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ്സ് ഷുഡ് ബി ഓൾവേസ് 1 ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഡിമാൻഡ് മന്ത്സ് തന്നിട്ടുണ്ട്, ആക്ച്വൽ ഡിമാൻഡ് തന്നിട്ടുണ്ട് ആൻഡ് വെയിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അതേപോലെ നമുക്കറിയാം n ഈക്വൽ ടു 3 ആണ്. അതായത് കൺസിഡർ ചെയ്യേണ്ട ഡിമാൻഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഡിമാൻഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് അപ്ലൈ ചെയ്യാണ്. ഫോർകാസ്റ്റ് ഫോർ ജൂലൈ ഈക്വൽ ടു 0.5 into 500. 0.5 എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. W1 ഈക്വൽ ടു 0.5. 500 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡിമാൻഡ് എന്താണ്? ജൂലൈയിലെ ഡിമാൻഡ് വിച്ച് ഈസ് 500. ആൻഡ് ദെൻ 0.3 into ഡിമാൻഡ് ഓഫ് മെയ് 480 പ്ലസ് 0.2 into 460 വിച്ച് ഈസ് ഡിമാൻഡ് ഓഫ് ഏപ്രിൽ. അപ്പൊ നമ്മൾക്ക് 3 മാസം n ഈക്വൽ ടു 3 ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 3 മാസത്തെ മാത്രം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രീവിയസ് 3 മാസത്തെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ 486 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ 0.5, 0.3, 0.2 എന്നുള്ളത് നമുക്ക് ഇവിടെ റാൻഡം ആയിട്ട് തന്നെ. ഞാൻ അതെങ്ങനെയാണ് ഇതിനെ അസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ്സ് അസൈൻ ചെയ്യുന്ന ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും റീസെന്റ് ഡേറ്റയ്ക്ക് എപ്പോഴും നമ്മൾ ഹയസ്റ്റ് വെയിറ്റ് കൊടുക്കും. അപ്പൊ കുറച്ചുകൂടി ഒരു പ്രീവിയസ് ഡേറ്റ ആവുമ്പോൾ വെയിറ്റ്സ് അതിനനുസരിച്ച് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. സോ വെൻ വി ഷുഡ് യൂസ് ദിസ് റീസെന്റ് ഡിമാൻഡ് ഈസ് മോർ ഇമ്പോർട്ടന്റ് വിത്ത് ക്വിക്ക് ചേഞ്ചസ്. അതായത് നമ്മുടെ റീസെന്റ് ഡിമാൻഡ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട സിനാരിയോസ് വരുമ്പോഴാണ് നമ്മൾ വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യുന്നത്. വേറിൻ വി വിൽ അലോക്കേറ്റ് വെയിറ്റ്സ് ടു ദ ഹയർ വെയിറ്റ്സ് ടു ദ റീസെന്റ് ഡിമാൻഡ് ഡേറ്റ. അപ്പൊ നമുക്ക് 100 റോസ് ഓഫ് ഡേറ്റ, 100 ഡിമാൻഡ് ഡേറ്റ ഉണ്ടെന്നിരിക്കട്ടെ. ഇത് ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ വി മൈറ്റ് ബി സ്റ്റാർട്ടിംഗ് വിത്ത് 0.1. ആൻഡ് അതേപോലെ നമ്മൾ ചിലതിനൊപ്പം കൊടുക്കുന്ന 0.01 ആയിരിക്കും, 0.002 ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇതിന് വെയിറ്റ്സ് അസൈൻ ചെയ്യാം. കണ്ടീഷൻ ഈസ് ദ സം ഓഫ് ഓൾ ദ വെയിറ്റ്സ് ഷുഡ് ബി 1. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിമാൻഡ് വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് യൂസ് ചെയ്തിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. കാരണം ഇത് ശരിയോ തെറ്റോ എന്നില്ല, കാരണം നമുക്ക് പ്രീവിയസ് മെത്തേഡിൽ അതായത് ഡബിൾ മൂവിംഗ് ആവറേജിലാണ് നമുക്ക് ആക്ച്വൽ ആൻസർ കിട്ടിയത്. അപ്പൊ നമ്മൾ ഒരേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പല മെത്തേഡ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. സോ ദ ഇന്റൻഷൻ ഓഫ് ദിസ് വീഡിയോ ഈസ് ടു എക്സ്പ്ലോർ മൾട്ടിപ്പിൾ ടൈം സീരീസ് മെത്തേഡ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ റൈറ്റ് ആൻസർ നമുക്ക് കിട്ടിയത് എവിടെയാണ്? പ്രീവിയസ് ഇതിലാണ്, ഡബിൾ മൂവിംഗ് ആവറേജ് യൂസ് ചെയ്തപ്പോഴാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 486 ആണ്. ആൻഡ് അതേപോലെ വെൻ ടു യൂസ് ആൻഡ് വെൻ ടു അവോയ്ഡ് അല്ലേ. അപ്പൊ അതിൽ നോക്കുമ്പോൾ വെൻ യു നീഡ് എ മാനുവൽ കൺട്രോൾ ഓവർ റെസ്പോൺസീവ്നെസ്, അതായത് നമ്മുടെ കയ്യിലാണ് ഈ വെയിറ്റ്സിന്റെ ഒരു കൺട്രോൾ ഉള്ളത്. എത്ര വെയിറ്റ് ഏത് മാസത്തെ ഡിമാൻഡിന് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പം ബിക്കോസ് ഓഫ് ദാറ്റ് നമുക്കൊരു മാനുവൽ കൺട്രോൾ ഓവർ ദ ഡിമാൻഡ് ഡേറ്റ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സിമ്പിൾ മൂവിംഗ് ആവറേജോ അല്ലെങ്കിൽ ഡബിൾ മൂവിംഗ് ആവറേജ് എടുക്കുമ്പോൾ നമ്മുടെ എൻ എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ നമുക്ക് കൺട്രോൾ ഒന്നുമില്ല. അതേസമയം വെൻ ഇറ്റ് കംസ് ടു വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് നമുക്ക് വെയിറ്റ്സ് എത്രയൊക്കെയാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതേപോലെ ഏതൊക്കെ മാസത്തിനാണ് പ്രയോറിറ്റൈസ് ചെയ്ത് വെയിറ്റ്സ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ ദാറ്റ് വിൽ എനേബിൾ us with a മാനുവൽ കൺട്രോൾ ഓവർ ദ റെസ്പോൺസീവ്നെസ്. അതായത് ഇതിന്റെ ഔട്ട്പുട്ടിൽ നമുക്കൊരു മാനുവൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമുക്ക് തോന്നുകയാണ് പ്രീവിയസ് മന്തിനെക്കാട്ടിലും കുറച്ചുകൂടെ വെയിറ്റ് കൊടുക്കേണ്ടത് പ്രീവിയസ് ഓഫ് ദ പ്രീവിയസ് 2 മാസം മുമ്പേ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്കിത് ചെയ്യാം. ആൻഡ് ദെൻ വെൻ വി ഷുഡ് അവോയ്ഡ് വെൻ ട്രെൻഡ് ഓർ സീസണാലിറ്റി മസ്റ്റ് ബി എക്സ്പ്ലിസിറ്റ്ലി മോഡൽഡ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രെൻഡോ ലെവലോ അല്ലെ സീസണാലിറ്റി കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. അപ്പം ട്രെൻഡ് അല്ലെങ്കിൽ സീസണാലിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വി ഹാവ് മച്ച് ബെറ്റർ മോഡൽസ് ദാൻ ദിസ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് വെയർ വി വിൽ ഹാവ് വെയ്റ്റ്സ് ആൻഡ് നമ്മൾ പ്രീവിയസ് മന്ത്സിൽ ഡിമാൻഡ്സ് എടുക്കുന്നു, അതിന് വെയ്റ്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നു, അത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു ആൻഡ് ദെൻ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ 5 മെത്തേഡ്സ്, അതായത് വി സ്റ്റാർട്ടഡ് വിത്ത് നെയ്വ് മെത്തേഡ്, ദെൻ സിമ്പിൾ ആവറേജ്, സിമ്പിൾ മൂവിംഗ് ആവറേജ്, ഡബിൾ മൂവിംഗ് ആവറേജ് ആൻഡ് ദെൻ വെയ്റ്റഡ് മൂവിംഗ് ആവറേജ്. നിങ്ങൾക്ക് ഈ 5 മെത്തേഡ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇഫ് നോട്ട് പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ, നിങ്ങളുടേതായ തന്നെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത സെറ്റ് ഓഫ് ടൈം സീരീസ് മെത്തേഡ്സുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.